ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്കൃത ശ്ലോകത്തിന്റെ വളരെ ലളിതമായ അർത്ഥം മലയാളത്തിൽ. ധൃതരാഷ്ട്രർ ചോദിച്ചു, ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും ഒന്നിച്ചു കൂടിയപ്പോൾ അവർ എന്തു ചെയ്തു സഞ്ജയ? സഞ്ജയൻ പറഞ്ഞു, പാണ്ഡവ സൈന്യം സജ്ജമായി നിൽക്കുന്നത് കണ്ടു. ദുര്യോധനൻ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരെ സമീപിച്ച് ഇങ്ങനെ സംസാരിച്ചു. ഗുരുവേ, നിങ്ങളുടെ തന്നെ ശിഷ്യനായ ദ്രുപദന്റെ മകൻ ദൃഷ്ടദ്രുമൻ ഒരുക്കിയ പാണ്ഡവരുടെ മഹത്തായ സൈന്യത്തെ നോക്കൂ. അവിടെ ഭീമനെയും അർജുനനെയും പോലെ ശക്തരായ യോദ്ധാക്കളുണ്ട്. യുധാനനൻ, വിരാടൻ, ദ്രുപദൻ എല്ലാവരും മഹാരഥന്മാരാണ്. ഋഷ്ടകേതു, ചേകിതാനൻ, വീരശാലിയായ കാശിരാജാവ്, പുരുജിത്, കുന്തിഭോജൻ, മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശൈബ്യൻ ഇവരെല്ലാം പാണ്ഡവ സൈന്യത്തിലെ മഹാവീരന്മാരാണ്. വീരനായ യുധാമന്യു, ശക്തനായ ഉത്തമൗജസ്, സുഭദ്രയുടെ മകൻ അഭിമന്യു, ദ്രൗപദിയുടെ പുത്രന്മാർ ഇവരെല്ലാം മഹാരഥന്മാരാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഗുരുവേ, ഇപ്പോൾ ഞങ്ങളുടെ സൈന്യത്തിലെ പ്രധാന നായകരെ നിങ്ങൾക്കായി ഞാൻ പറയുന്നു. നിങ്ങളായ ദ്രോണാചാര്യർ, ഭീഷ്മർ, കർണൻ, യുദ്ധത്തിൽ ജയിക്കുന്ന കൃപാചാര്യൻ, അശ്വത്ഥാത്മാവ്, വികർണൻ, സോമദത്തന്റെ മകൻ ഇവരെല്ലാം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഇനിയും അനേകം വീരന്മാർ എനിക്ക് വേണ്ടി ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി വിവിധ ആയുധങ്ങളുമായി യുദ്ധത്തിൽ പ്രാവീണ്യം നേടിയവരായി സൈന്യത്തിലുണ്ട്. നമ്മുടെ സൈന്യം ഭീഷ്മർ സംരക്ഷിക്കുന്നതിനാൽ അത്യന്തം ശക്തമാണ്. പക്ഷെ ഇവരുടെ, അതായത് പാണ്ഡവരുടെ സൈന്യം ഭീമൻ കാവലിരിക്കുന്നതുകൊണ്ട് പരിമിതമായ ശക്തിയേ ഉള്ളൂ. എല്ലാവരും തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. എല്ലാവരും ചേർന്ന് ഭീഷ്മരെ സംരക്ഷിക്കണം. കുരുവംശത്തിലെ മുതിർന്ന പിതാമഹനായ ഭീഷ്മൻ ദുര്യോധനന് സന്തോഷം നൽകാൻ ശക്തിയായി ശംഖൂതി. അതിനുശേഷം ശംഖുകളും മൃദംഗങ്ങളും കാഹളങ്ങളും ഒരേ സമയം മുഴങ്ങി. അവയുടെ ശബ്ദം അത്യന്തം ഭീകരമായി മുഴങ്ങി. വെളുത്ത കുതിരകൾ ചേർന്ന മഹാരഥത്തിൽ ഇരുന്ന ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യമായ ശംഖുകൾ ഊതി. ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം ഊതി, അർജുനൻ ദേവദത്തം ഊതി, ഭീമൻ പൗന്ദ്രം എന്ന മഹാശംഖ് ഊതി. രാജാവായ യുധിഷ്ഠിരൻ അനന്തവിജയം ഊതി. നകുലനും സഹദേവനും സുഘോഷയും മണിപുഷ്പകവും ഊതി. മഹാവില്ലാളനായ കാശിരാജനും ശിഖണ്ഡിയും ദൃഷ്ടദ്രുമനും വിരാടനും ഒരിക്കലും തോൽക്കാത്ത സത്യകിയും യുദ്ധത്തിന് സജ്ജരായി. ദ്രുപദനും ദ്രൗപദിയുടെ പുത്രന്മാരും മഹാബാഹുവായ അഭിമന്യുവും ഓരോരുത്തരും തങ്ങളുടെ ശംഖുകൾ ഊതി. പാണ്ഡവസേനയുടെ ആ ഭീകര ശബ്ദം ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം നടുക്കി. ആകാശവും ഭൂമിയും മുഴുവൻ മുഴങ്ങി. 1 മുതൽ 19 വരെയുള്ള സംസ്കൃത ശ്ലോകത്തിന്റെ ലളിതമായ മലയാളം അർത്ഥമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനുമായി സംസാരിക്കുന്ന ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അർജുനന് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ ആത്മാവിൻ്റെ സത്യം എന്താണെന്ന് തുറന്നു പറയുന്നു. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. ജയ് ശ്രീകൃഷ്ണ.